ഹലോ ഫ്രണ്ട്സ്, ഇത് ഇന്നലത്തെ വീഡിയോ ഉണ്ടോ, വ്യാഴാഴ്ചത്തെ വീഡിയോ 9-ാം തീയതിയിലെ വീഡിയോ ആണ്. പോസ്റ്റ് ചെയ്യാനായിട്ട് ഇത്തിരി ലേറ്റായി പോയേ. വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലൊരു വലിയൊരു വിശേഷം ഉണ്ടായി. വിശേഷം എന്താണെന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും എന്താണെന്ന് വിചാരിക്കും. അത് ഞാൻ വഴിയേ പറയാം. നമ്മളൊന്ന് എടപ്പള്ളി വരെയും പോവുകയാണ്. സമയം ഒരു 7:30-8 മണി ആ ടൈമായി കാണും. ഇതാണ് നമ്മളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വഴി. നമ്മളുടെ വീടിൻ്റെ വഴി ഇത്തിരി കൺജസ്റ്റഡ് ആണ്. കാറ് കറക്റ്റ് ഇതിലെ സ്പേസിലേ പോരുള്ളൂ ഇങ്ങോട്ട്. പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തില്ല. പാട്ടും ഡാൻസൊക്കെ. സ്റ്റോറി ഡാൻസ് ഒന്നുമില്ല, ഞാനതൊരു ഓളത്തിൽ പറഞ്ഞു തരാണേ. ഭയങ്കര പാട്ടൊക്കെയാണ്. കേട്ടില്ലേ, ഈശ്വരയൊക്കെ പാട്ട് കേട്ടില്ലേ. അവർ ഭയങ്കര സന്തോഷത്തില്ല. വണ്ടർലേ പോണ മൂഡിലാണ്. ഇത് നമ്മൾ സ്റ്റേഡിയം ലിങ്ക് റോഡ് വഴിയാണ് പോണത്. ഇതാണ് നമ്മുടെ സ്റ്റേഡിയം പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഫേമസ് ആണല്ലോ കലു സ്റ്റേഡിയം. അപ്പോൾ നമ്മൾ പോയാണ്. ഇവിടെ എന്തോ എക്സ്പോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. പിന്നെ ബ്ലോക്ക് പണ്ടേ പറഞ്ഞിട്ടുള്ള, ഇവിടെ പോയാലും നമുക്കൊരു ബ്ലോക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു യാത്രയ്ക്ക് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഒരു ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ പള്ളി എത്തി ഗൈസ്. പള്ളിയിൽ കയറിയാണ്. അപ്പോൾ പള്ളിയിൽ ഒട്ടും പ്രതീക്ഷിച്ച തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. പാർക്കിങ്ങൊക്കെ വളരെ സുഖമായിരുന്നു, ആൾക്കാരും കുറവായിരുന്നു. നമ്മളപ്പോൾ പള്ളിയിൽ പോയി പാർക്ക് ചെയ്ത് പുതിയ പള്ളിയിൽ അവിടെയാണ് നമ്മൾ ആദ്യം കയറിയത്. ഇച്ചു ഇഷ അപ്പും കൂടി പോണാണ്ട് എന്തൊരു സ്നേഹം. ഏത് സമയം ഇടിയും വീഴാം. അപ്പോൾ അവരങ്ങനെ കൈകൾ പിടിച്ച് സന്തോഷത്തോടെ കയറി പോവുകയാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോൾ ഈ പുതിയ പള്ളിയിൽ ചെല്ലുമ്പോഴേ നമുക്ക് പുണ്യാളിനോടൊരു ഭക്തിയിലിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് എനിക്കങ്ങനെ എന്തോ അവിടെ പോയി ഇരുന്നിട്ട് അവിടുത്തെ ലൈറ്റും അവിടുത്തെ പള്ളിയിലുള്ള കുറേ കൊത്തുപണി, കൊത്ത് വർക്കുകൾ, അവിടുത്തെ ആ ഒരു ഇൻറ്റീരിയറൊക്കെ അങ്ങനെ ആ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അതിലിങ്ങനെ നോക്കി നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകണ പോലെ എനിക്ക് തോന്നി. അതെൻ്റെ മാത്രം പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ താഴത്തെ മറ്റേ ചെറിയ പള്ളിയിൽ പോയി അവിടെ പോയിട്ട് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പുണ്യാളിനോട് തുറന്ന് പറയാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ. അതിന് പിന്നെ നമ്മൾ കിണറിൻ്റെ അവിടെ പോയി കുറച്ച് വെള്ളമൊക്കെ കോരിയെടുത്ത് അപ്പോൾ ഇച്ചുവിന് കയ്യിൽ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അവന് വെള്ളമൊക്കെ കൊടുത്ത്. അപ്പത്ത് കണ്ടപ്പോൾ 2 ചേച്ചിമാരും കൂടി വന്ന് അവർക്കും കയ്യിലൊഴിച്ചൊക്കെ കൊടുത്ത്. ഇത് പറയാൻ നമ്മൾ ഒരിക്കലും പറ്റാത്ത നീരുറവെന്ന ഈ കിണറിന് നമ്മൾ പറയാറ്. അപ്പോൾ പിന്നെ നമ്മളത് കഴിഞ്ഞ് പിന്നെ കോഴിയുടെ അങ്ങോട്ട് പോയി. അപ്പോൾ കോഴീനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി. കോഴിയും പുണ്യാളിൻ്റെ വേറൊരു നേർച്ചയാണ്. കോഴീനെ കൊടുക്കലൊക്കെ ഒരു നേർച്ചയാണ്. അപ്പോൾ പിന്നെ കോഴീനെയൊക്കെ കണ്ട് അവരവിടെ നിന്നു. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞ ആ വിശേഷം എന്ന് പറയുന്നത്, ഇന്ന് നമ്മളുടെ കിളിയുടെ കൂട്ടിലെ ഭയങ്കര ശബ്ദം കേട്ട് കിളികളൊക്കെ ഭയങ്കരമായിട്ട് ശബ്ദം വെക്കണമായിട്ട് നോക്കിയപ്പോഴേക്കും അതുങ്ങൾ ഇരുത്തണ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൻ്റെ ഉള്ളൊരു പാമ്പ് വന്നിരുന്നു വെച്ചു. അപ്പോൾ നമ്മൾ പറയില്ലേ, പാമ്പിനെ സ്വപ്നം കാണുക അല്ലെങ്കിൽ പാമ്പ് വരെയൊക്കെ ചെയ്തതിന് ഇടപ്പള്ളി പോയി പുണ്യാളിനെ നേർച്ചിടണം എന്ന് പറയില്ലേ. അപ്പോൾ അതാണ് ഞങ്ങൾ പള്ളിയിൽ